ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 7ാം ക്ലാസ്സിലെ 4ാം പാഠമായ ഇന്ത്യ ടുവാർഡ്സ് എ ന്യൂ ഇറ, ഇന്ത്യ പുതുയുഗത്തിലേക്ക്. എ ഡേ ഇൻ സൂറൻ. എ ബനിയ മാൻ വാസ് ഡെഡ്. ദ ബോഡി ഈസ് ബീയിങ് ക്യാരിഡ് എവേ ഫോർ ക്രിമേഷൻ ടു ദ burial ground. Hundreds of people accompany the funeral procession. Wife of the deceased in accompanied by relatives and maids. She has put on new clothes and ornaments as if she is about to enter the bridal chamber. The dead body is placed on the funeral pyre. She circles the pyre 3 times and sits on it, placing her husband's head on her lap. She is going to accompany her husband to the other world. That was the belief. Firewood is placed around her. Ghee oil and perfumes are shot over her, and the pyre is it. She was not more than 10 years old and had not even lived with her husband. Still, she as a wife was burned alive in the pyre. സൂററ്റിലെ ഒരു ദിവസം ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ശവശരീരം ദഹിപ്പിക്കാനായി അകലെയുള്ള ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാർ. പരേതന്റെ ഭാര്യയാകട്ടെ പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ആ സംഘത്തോടൊപ്പമുണ്ട്. വിവാഹമണ്ഡപത്തിലേക്ക് എന്ന പോലെ ബന്ധുക്കളും തോഴിമാരും ചേർന്ന് അവളെ കൊണ്ടുപോകുന്നു. ശവശരീരം ചിതയിൽ വെച്ചു. 3 വട്ടം വലം വെച്ച് അവൾ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് ഭർത്താവിന്റെ ശിരസ് മടിയിൽ വെച്ചു. ഭർത്താവിനോടൊപ്പം അവൾ താമസിക്കാൻ പോവുകയാണ്. അതാണ് വിശ്വാസം. ഉണങ്ങിയ വിറകുള്ളികളും നെയ്യും എണ്ണയും അവൾക്കു ചുറ്റും കുമിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ അവൾക്ക് മേൽ വർഷിച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. 10 വയസ്സിലധികം പ്രായമില്ലാത്ത അവൾ ഭർത്താവിനോടൊപ്പം താമസിച്ചില്ല. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ This is a depression on Sati, an evil practice that prevailed in India. Several such social evils and practices prevailed in India. Can you name some of them? Child marriage, prohibition of widow remarriage, human sacrifice, female infanticide, slavery. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന ദുരാചാരത്തെക്കുറിച്ചാണ് മുകളിൽ വിവരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അവ ഏതെല്ലാമായിരുന്നു? ശൈശവവിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺശിശുഹത്യ, അടിമത്തം. Several reform movements came up in the 19th century to fight against these evil practices. Social conscience that developed due to English education and rational thinking led to these reform movements. The protects against the evil customs and superstitions, freedom of women, spread of education and a sense of pride on India culture were the common feature of this movement. Let us familiarize with the important reform movements and leaders who initiated them. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ 19ാം നൂറ്റാണ്ടോടെ അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉളവാക്കിയ സാമൂഹ്യ ബോധവുമാണ് ഇതിന് പ്രേരകമായത്. അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്, സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനബോധം എന്നിവ ഇതിന്റെ പൊതുസ്വഭാവങ്ങളായിരുന്നു. സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെയും സാമൂഹ്യ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. രാജാ റാം മോഹൻ റായ്. Raja Ram Mohan Roy, who gained Western education, strongly condemned the evil practices like sati and child marriage that prevailed in India. His campaign against sati pressured Lord William Bentinck, the British Governor General, to abolish sati. He founded Brahma Samaj to propagate his
ideology and gave the message that the ideals of all religions are basically the same. He strongly believed caste system to be the major source of disparity in India's society. He is known as the father of Indian Renaissance. രാജാറാം മോഹൻ റോയ്. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളെയും ശക്തമായി എതിർത്തു. സതി, ശൈശവവിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. ഇതിന് പ്രധാന കാരണം രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ചു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദ ലീഡർ ഓഫ് Indian Renaissance who attacked caste system and fundamental ideal worship. To disseminate his ideology, he founded Arya Samaj. He gave the call to back to Vedas. സ്വാമി ദയാനന്ദ സരസ്വതി ജാതിവ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം ആര്യ സമാജ് എന്ന സംഘടന രൂപീകരിച്ചു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ condemns caste system and promoted widow marriage. He argued that free and compulsory education should be provided to children up to 12 years and gave primary concern to the education of the weaker section and women. For this purpose, he founded the Satya Sahodaya Samaj. ജ്യോതിറാവു ഫുലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫുലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക്. പണ്ഡിറ്റ് രമാഭായ് founded Arya Mahila Sabha, an organization for the uplift of women. She fought against the social inequalities faced by women and worked tirelessly for women's education and the empowerment of widows. പണ്ഡിത രമാഭായ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹാസഭ എന്ന സംഘടന സ്ഥാപിച്ച രമാഭായ് സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ led the movement for the spread of modern educating among Muslims. He established Muhammadan Anglo-Oriental College at Aligarh that later became the famous Aligarh Muslim University. One of his remarks on the Hindu-Muslim unity is given below. Both Hindus and Muslims breathe the air of India, drink the water of Ganga and Yamuna. We both feed upon the products of the Indian soil. We are together in life and death. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. സ്വാമി വിവേകാനന്ദ fought against the caste inequalities and promoted education among women. He gave emphasis to the universal brotherhood and remarked, "For our own mother land, a junction of the two great systems, Hinduism and Islam, is the only hope.
He was the disciple of Sri Ramakrishna Paramahamsa. He founded the Ramakrishna Mission to propagate the teaching of his master. The mission established several education institutions all over India. He played an important role in awakening the nationalistic feeling and self-respect among Indians. സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. The changing people. The leaders of the social reform movements contributed to develop a vision emphasizing the universal brotherhood based on humanism that stood beyond caste and religion. All the reformers gave emphasis to the importance of education and established educational institutions. This in turn accelerated the progress of education in India. They reminded Indians of their rich cultural heritage and thereby developed self-respect and national pride. Thus, the social reformers played a major role in awakening the Indians. മാറുന്ന ജനത. ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസാഹോദര്യത്തിന്റെ കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. എല്ലാ പരിഷ്കാരങ്ങളും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാന ബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. ഇങ്ങനെ ഇന്ത്യൻ ജനതയിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്ക് വഹിച്ചു. എമർജൻസ് ഓഫ് നാഷണലിസം. The different social reform movements and their leaders, whom we discussed, instilled a new spirit among the Indians. We have also discussed the political and economic conditions of the period in the previous chapters. Can you recollect them? The British conquered princely states and unified India politically. The economic exploitation of the British government created an anti-British attitude among Indians. The spread of English education and the development in transport and communication brought the people together. The strategies adopted by the British to suppress the first war of Indian independence created a national consciousness and made people think that they belong to the same country. These factors helped to develop a sense of unity among the Indians. Indian nationalism is a sense of oneness beyond religions, linguistic and religion diversities. ദേശീയബോധം വളരുന്നു. നാം ഇതുവരെ ചർച്ച ചെയ്ത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ പുതിയ അവബോധം സൃഷ്ടിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് മുൻ അധ്യായങ്ങളിൽ നാം മനസ്സിലാക്കിയല്ലോ. അവ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സാധിച്ചു. ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണെന്ന ബോധം ഉളവാക്കാൻ മേൽപ്പറഞ്ഞ ഘടകങ്ങൾ സഹായകമായി. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന ഈ ബോധമാണ് ഇന്ത്യൻ ദേശീയത.
the mountains and rivers of India, and the forest and the broad fields, which gave us food, were all dear to us, but what counted ultimately were the people of India, people like them and me, who were spread out of all over this vast land. Bharat Mata, Mother India, was essentially these millions of people, and victory to her mean victory to these people. You are parts of this Bharat Mata, I told them. You are in a manner yourselves Bharat Mata, and as this idea slowly soaked into their brains, their eyes would light up as if they had made a great discovery. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ. ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ. പക്ഷേ എല്ലാറ്റിലുമേറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയാണ്. അവരെയും എന്നെയും പോലുള്ള ആളുകൾ. അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു. സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിലുള്ള ജനതയാണ് ഭാരതമാതാവ്. അവരുടെ ജയം എന്ന് വെച്ചാൽ ഈ ജനത്തിൻ്റെ ജയം എന്നാണ് അർത്ഥം. നിങ്ങൾ ഈ ഭാരതമാതാവിൻ്റെ അംശങ്ങളാണ്. ഒരു വിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് എന്ന് ഞാൻ അവരോട് പറയും. ഈ ആശയം പതുക്കെ അവരുടെ തലച്ചോറിൽ കിനിഞ്ഞു ചെന്നെത്തുമ്പോൾ ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചാലത്തെ പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും. ജവഹർലാൽ നെഹ്റു. The development of nationalism accelerated the Indians' efforts to liberate from the British. This enhanced the relevance of various movements for independence. ദേശീയബോധം വളർന്നതോടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടി. ഇത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിച്ചു. Formation of associations. A number of regional organizations came into existence at various parts of India as a result of this growing awakening. Madras Native Association, Pune Sarvajanik Sabha, and Indian Association were a few among them. All these organizations gave purity to the original problems. This necessitated forming of a national organization. സംഘടനകളുടെ രൂപീകരണം. ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പുന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അക്കാലത്ത് ബലപ്പെട്ടിരുന്നു. ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 72 representatives of various organizations across India assembled in the vast auditorium of Tejpal Sang's College, Bombay, on 28 December 1885. They were of diverse attire, religion and language. W.C. Banerjee, President. Over this meeting, initiated by the former British civil servant A.O. Hume, the Indian National Congress was formed in this meeting. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദയം 1885 ഡിസംബർ 28. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരിക്കുന്നു. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ W.C. ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. A.O. ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചുകൂട്ടുവാൻ മുൻകൈയെടുത്തത്. ഈ യോഗത്തിൽ വച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. From the speech at the first meeting, we desire that the administration of India should be further modernized and be made a part of it. ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്ന് ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. W.C. ബാനർജി. The major aims of the Indian National Congress were to promote fellow feeling among the voters from different parts of the country. They develop a national spirit beyond the religious, caste and regional loyalties,
to bring the problems of Indians to the notice of authorities. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. With the formation of the Indian National Congress, the agitation against the British attained an organized nature. Such organized agitation against the British power can be called the national movement, based on the style and strategies of the agitation. The national movement can be divided into three phases: the period of moderate nationalism, the period of extreme nationalism, Gandhian era. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന അസംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കാം. സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കാം: മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. The period from 1885 to 1905 was of moderate nationalism. The leader of this period were English educated. The prominent among the were Dadabhai Naoroji, Gopal Krishna Gokhale, Badruddin Tabji and Firoz Shah Mehta. Their policy was to bring the common problems and demands to the notice of the British government by means of petitions, resolutions and protects. Unfortunately, the British officials did not properly consider them. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തൊയ്ബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ. പരാതികളുടെയും പ്രമേയങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. These leaders studied the root causes of poverty in English India, and these studies formed the ideological base for the national movement. ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയെന്ന് ഇവർ പഠിക്കുകയുണ്ടായി. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. Train theory is the major contribution of Dadabhai Naoroji. There was a train of wealth from India to England during colonial rule. It was mainly in the form of salary, taxes and gifts. He proved that the economic train under the British rule is the root cause of property in India. ചോർച്ച സിദ്ധാന്തം. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിലുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. പാർട്ടീഷൻ ഓഫ് ബംഗാൾ. The seat of the British government in India was Bengal. People of Bengal had been living like brothers. They had been carrying out various activities against the policies of the British government. In 1904, the Secretary of Home Affairs Presley observed Bengal united its power. Bengal divided will pull several different ways. One of our main objectives is to split up and thereby weaken a solid body of opponents to our rule. The British official treated Bengal as a growing power against the British rule. In this background, the Viceroy Lord Curzon divided Bengal in 1905. ബംഗാൾ വിഭജനം. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും.
1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നുവരുന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ വൈസ്രോയിയായ കഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. നാഷണൽ ഡെയിലീസ്, പോയറ്റ്സ് ആൻഡ് സോഷ്യൽ ലീഡേഴ്സ് strongly opposed the partition. The great poet Rabindranath Tagore made his stand on the partition explicit. He stated, "The East and West Bengal are the two chambers of the same heart, which is made fertile by the Ganga and the Brahmaputra. It is the warm blood originating from these vessels that flows through the arteries of the Bengalis." ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി: പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാക്കുന്നതുമായ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ബംഗാൾ ബേൺസ്. The agitations against partition stirred Bengal. How did the people of Bengal protest against the partition? Organized protest meeting, picketed shops that sold foreign goods, banned foreign clothes, promoted the use of Indian products, organized marches and public meeting against the British. Ban of sugar, boycott foreign goods and use Swadeshi products was the main slogan of the agitations against the partition of Bengal. The people were exhorted to boycott even wedding tea parties were foreign. Made sugar was used. The nationalists promoted jaggery instead of sugar. ബംഗാൾ ജ്വലിക്കുന്നു. വിഭജനത്തിനെതിരായ സമരം ബംഗാളിനെ ഇളക്കിമറിച്ചു. ഏതെല്ലാം രീതിയിലാണ് ബംഗാൾ വിഭജനത്തിനെതിരായി അവർ പ്രതികരിച്ചത്? പ്രതിഷേധ യോഗങ്ങൾ വിദേശ വസ്തുക്കളുള്ള കടകൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. പഞ്ചസാരയ്ക്കും വിലക്ക്. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇപ്രകാരം വിദേശ നിർമ്മിത പഞ്ചസാരയിട്ട ചായ നൽകി വിരുന്നുകാരെ സൽക്കരിക്കുന്ന വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ പോലും ആഹ്വാനമുണ്ടായിരുന്നു. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്. The period of agitations followed by the partition of Bengal brought a new turn in the national movement, and it was known as the period of extreme nationalism. The main leaders of this phase were Bal Gangadhar Tilak, Bipin Chandra Pal and Lala Lajpat Roy. They were jointly known as Lal Bal Pal. The activities of these leaders won country-wide attention and dispelled the mass. Bal Gangadhar Tilak was the chief spokesman of the extreme nationalism. He was revered as Lokamanya. The two newspapers he started were Maratha and Kesari. He made a famous slogan, "Swaraj is my birthright and I must have it." സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശം. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടം തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജപത് റായ് എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന നേതാക്കൾ. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തീവ്ര ദേശീയവാദികളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ആരംഭിച്ച 2 പത്രങ്ങളാണ് മറാത്തയും കേസരിയും. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് തിലകന്റെ പ്രശസ്തമായ പ്രഖ്യാപനമാണ്.
All India Muslim League. The All India Muslim League was formed by Aga Khan and Nawab Salimullah Khan is Dhaka in 1906 during the movement against the partition of Bengal. സർവേന്ത്യ മുസ്ലിം ലീഗ്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വച്ച് അഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. സൂററ്റ് സ്പ്ലിറ്റ്. The national movement becomes stronger with the agitations against the partition of Bengal. In this period, there was growing difference of opinion between the moderates and the extremists. It led to the split in the Congress at its All India session at Surat in 1907. It temporarily weakened the activities of the national movement. സൂറത്ത് പിളർപ്പ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. ഹോം റൂൾ മൂവ്മെന്റ്സ്. The Congress supported British in the First World War with the hope that India would be granted autonomy after the war. During this time, the Home Rule movements led by Annie Besant and Bal Gangadhar Tilak kept the national movement alive. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഒന്നാം ലോക യുദ്ധാനന്തര ഇന്ത്യക്ക് സ്വയം ഭരണം നൽകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയത് ബാലഗംഗാധര തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. The Irish lady who was attracted to the Indian culture and took Indian citizenship in 1893. She started Home Rule movement in 1916. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത 1916 ഹോം റൂൾ ആരംഭിച്ചു. ലക്നൗ പാക്ട്. The Lucknow sessions of the Indian National Congress was held in 1916 when the home rule movements were active. The moderates and extremists who split in the Surat session decided to give up their difference of opinion and join together. They also decided to cooperate with the All India Muslim League in the anti-British agitations. ലക്നൗ സന്ധി. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനം നടന്നത്. സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്രദേശീയവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. സമ്മറി. എ ലോട്ട് ഓഫ് സോഷ്യൽ ഈവിൾസ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. രാജ റാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, പണ്ഡിറ്റ് രാമഭായ് and Swami Vivekananda were the leaders of the Indian Renaissance. It was after the First War of Independence in 1857 that the nationalism began to develop in India. The partition of Bengal was the consequence of the British policy of divide and rule. Home rule movement inspired the national movement. സംഗ്രഹം. ഇന്ത്യയിൽ ധാരാളം സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു. രാജാറാം മോഹൻ റായ്, ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാബായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവർ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷമാണ് ഇന്ത്യയിൽ ദേശീയത വളർന്നു വന്നത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബംഗാൾ വിഭജനം നടന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. താങ്ക് യു.